പല സ്ഥലത്ത് പോയിരുന്നാലും വില കൃത്യമായിട്ട് പറഞ്ഞു തരില്ല. അപ്പൊ ഇത്ര മുതൽ എന്നൊക്കെയാണ് പലരും പറയുന്നത്. വ്യക്തമായ വില ചേട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ വില കൊടുക്കാൻ പറ്റില്ല? കൊടുക്കാൻ പറ്റും. ആമ്പാടി പച്ച എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ആമ്പാടി പച്ച തേങ്ങ നാടൻ തേങ്ങ പോലെ നല്ല വലുപ്പം കാണും. 1 കിലോ 1.25 കിലോ വരെ തേങ്ങയുടെ വെയിറ്റ് തൂങ്ങും. ഈ കവറിലുള്ള ചെടിക്ക് 60 രൂപയാണ്. 60 രൂപ. അതെ. നമ്മൾ തായ്ലാൻഡ് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. എപ്പോഴും കായായിരിക്കും. ഈ തമിഴ്നാട്ടിൽ നിന്നെല്ലാം ഈ പേരയ്ക്ക് കൊണ്ടിട്ട് വിൽക്കുന്നില്ലേ, അതെ, സീസൺ അല്ലാതെ വെള്ളവും വളവും കിട്ടുകയാണെങ്കിൽ എപ്പോഴും കായായിരിക്കും. ഓക്കെ, നമുക്കിതില് ഇപ്പം ചെറിയ മാങ്ങ നിൽക്കുന്നുണ്ട്. ചെറിയ മാങ്ങ ഇവിടെ നിന്ന് കാണാം. അതെ 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 അതെ. നമ്മൾ അങ്ങനെ സാധാരണ പുളി ബഡ് ചെയ്ത് അല്ലെങ്കിൽ ബഡ് ചെയ്ത പുളി നമ്മൾ അങ്ങനെ സാധാരണ കാണാറില്ല. അതെ അതെ. ഇതിപ്പം ആളോട് ചില കസ്റ്റമർ ഒന്ന് ചോദിക്കുന്നുണ്ട് പുളി ഉണ്ടോ എന്ന്. പേരയുടെ വേറൊരു വെറൈറ്റി ആണ്. ഇത് വന്നിട്ട് പേരയ്ക്ക് വന്നിട്ട് 1 കിലോ വരെ വെയിറ്റ് തൂങ്ങുന്നതാണ്. ഇതിപ്പോ എന്റെ കൈയുടെ സൈസും അത് വെച്ച് നോക്കുമ്പോ അറിയാം. അതെ. അഭിയു ഇത് കുറച്ച് വലിയ തൈയാണോ? അതെ, വലിയ ചെടിയാണ്. ഇതെങ്ങനെയായിട്ടാ നമ്മുടെ ഒരു മാവ് വളരണമെങ്കിൽ 1 വർഷത്തിൽ 2 പ്രാവശ്യമേ അത് തിളിരിടും. ഓരോ സ്റ്റെപ്പായിട്ട്. പ്ലാവ് ഇങ്ങനത്തെ ചെടികളാണെങ്കിൽ ഡെയിലി ഇല വന്നിട്ടേയിരിക്കും. അപ്പൊ ഇത്രയും വളർത്തിയ ചെടി നിങ്ങളിപ്പോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വർഷം തന്നെ അത് കായിട്ട് പൂവിട്ട് കായ്ക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു 3 വർഷം കാത്തിരിക്കേണ്ട കാര്യമല്ല. ഇത് റംബൂട്ടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ? അതെ. ഇത് എത്ര രൂപ ഈ ചെറുതിന്? ഇത് വന്നിട്ട് 30 രൂപ. 30 രൂപയേ ഉള്ളൂ. അവിടെ അവർക്ക് ജോലിക്ക് ആള് കാണുമല്ലോ. അപ്പൊ അത് നമ്മളിപ്പോ സ്ഥലം നോക്കിയിട്ട് അപ്പൊ അത് അവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് തെങ്ങ് വയ്ക്കുന്ന സ്ഥലമാണെങ്കിൽ തെങ്ങ് വയ്ക്കും. മറ്റേ റംബൂട്ടാനോ മാവോ കോട്ടക്കോണം മാവോ അങ്ങനത്തെ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. പോട്ടോടുകൂടെ 50 രൂപയാണ്. നല്ല ലാഭം. ഇതെല്ലാം നല്ല ലൈഫുള്ള ചെടിയാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പാറശാലയ്ക്ക് അടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയൊരു ശേഖരമാണ് ഇവിടെ ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ചെടികളും ഇവർ തന്നെ സ്വന്തമായിട്ട് മേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതായത് ഇവിടെ തന്നെയാണ് അതിൻ്റെ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഐറ്റംസ്, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള മാംഗോസ്, മാങ്ങയുണ്ട്, അതുപോലെ തന്നെ പ്ലാവ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ റംബൂട്ടാൻ, അങ്ങനെ തുടങ്ങിയ എല്ലാം, മാംഗോസ്റ്റീൻ, പേരയ്ക്ക, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഫാമിലാണുള്ളത്. ഈ ഫാമിൻ്റെ നടത്തിപ്പെന്ന് പറഞ്ഞാൽ ജോൺ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ജോൺ ചേട്ടനെ പരിചയപ്പെടാം. അതുപോലെ തന്നെ ജോൺ ചേട്ടൻ്റെ ഫാം നമുക്കൊന്ന് കാണാം. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ കൊറിയർ ചെയ്തു തരും നമുക്ക് ആവശ്യമുള്ള എന്ത് ഐറ്റവും. പിന്നെ നമുക്ക് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര വെറൈറ്റീസാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ എത്ര തൈകളാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് അവരുടെ അടുത്ത് തന്നെ നേരിട്ട് ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. കേരളത്തിലെ പല നഴ്സറികൾക്കും ഇവർ ഇവിടെ നിന്നാണ് ഈ ചെടികൾ എക്സ്പോർട്ട് ചെയ്യണത്. ഇവരുടെ തൈകളാണ് നമ്മൾ പല നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ഇവരെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാൻ നിങ്ങളുടെ നഴ്സറിയെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഇത് നിങ്ങൾ ഇങ്ങനെ ഈ വില കുറവാണെന്ന് പലരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏട്ടാ ഈ വില കുറച്ച് നിങ്ങൾക്ക് ഈ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കൂട്ടൻ? നമ്മൾ സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നതാണ്. എന്നിട്ട് ജോലിക്കാരെ കുറച്ചിട്ട് സ്വന്തമായിട്ടാണ് കൂടുതലും. അപ്പോൾ നമുക്ക് ഈ ജോലിക്കാർക്ക് കൊടുക്കുന്ന പൈസ അത് ജനങ്ങൾക്ക് വേണ്ടി ചെടിയിൽ വില കുറച്ച് അങ്ങനെ കൊടുക്കുന്ന രീതിയില്ല കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് മെയിനായിട്ട് എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത്? പ്ലാവുണ്ട്, കോട്ടുകുണം മാവുണ്ട്. ഇതെല്ലാം നമ്മൾ സ്വന്തം ഇവിടെ ചെയ്യുന്നതാണ്. നമ്മളെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ വരുന്ന ഐറ്റങ്ങൾ. പിന്നെ പേര വെറൈറ്റി 4 വെറൈറ്റി ഉണ്ട്. പേര 4 വെറൈറ്റീസ്. പിന്നെ റംബൂട്ടാനുണ്ട്, അബിയുണ്ട്, മാംഗോസ്റ്റിനുണ്ട്. പിന്നെ ബെർ ആപ്പിൾ എന്ന് പറഞ്ഞ ചെടിയുണ്ട്. അത് നല്ല ഒരു വലിയ പ്ലാന്റ് ഇതിവിടെ കാച്ചു നിൽക്കുന്നുണ്ട്. അപ്പം അതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ നെല്ലി, ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്. പിന്നെ തെങ്ങ്, ഗംഗാ ബോണ്ടോ, ഡി ഗിവളിയത്ര, നാടൻ തൈ, ഇങ്ങനെ തെങ്ങിന്റെ ഒരു വലിയൊരു ഇത് ഉണ്ട് നമ്മളെ. തെങ്ങിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചേട്ടൻ്റെ ഫാമൊക്കെ ഒന്ന് കാണാമല്ലേ? അതെ. ഇതിപ്പോ സെയിലിന് തയ്യാറായിട്ടുള്ള ഇതാണ് നമ്മളിപ്പോ കാണുന്നത്. അതെ അതെ. ഇതിപ്പോ ഇത് പേരല്ലേ? പേര.
ഏത് വെറൈറ്റിയാണ്? അരക്കാ കിരൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അരക്കാക്കിറ എപ്പോഴും കായായിരിക്കും. ചെടി പോലെ വീട്ടുമുറ്റത്തെല്ലാം ചെടി ചട്ടിയിലെല്ലാം വളർത്താൻ പറ്റുന്ന ഒരു പേരാണ്. ഓ 4 വെറൈറ്റി ഉണ്ട്. അരക്കാ കിരൺ ഉണ്ട്, തായ്ലാൻഡ് പിങ്ക് ഉണ്ട്, ലക്നോ 45 എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. ലക്നോ 45. അല്ല നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ളത് ഏത് സാധനമാണ്? ഇത് ഈ അരക്കാ കിരൺ. അരക്കാക്കിറ എങ്ങനെ നല്ല സൈസുള്ളതാണ്? ചെറിയ മീഡിയം പേരയ്ക്ക ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ വലിയ പേരയ്ക്ക ആകുമ്പോൾ നമ്മൾ പകുതി കഴിച്ചിട്ട് ദൂരെ എറിയും. ഇതാകുമ്പോൾ ഒരു പേരയ്ക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ കീടങ്ങൾ വലിയ ശല്യമില്ലാത്ത ഒരു വെറൈറ്റിയാണ്. ചേട്ടാ, ഈ അരക്കാക്കിറിന്റെ മെയിൻ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതെന്ന് പറഞ്ഞാൽ ചെടി ചെറുതിൽ തന്നെ കായ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം കാ പിടിച്ച ചെടികളാണ്. ഓ, കായ വന്നിട്ടുണ്ട്. അതെ, എല്ലാ ചെടിയിലും കാ ഉണ്ട്. ഇതാ ഇത് എപ്പോഴും പൂവും കായുമായിരിക്കും. ഇതിനിങ്ങനെ സീസൺ ഉണ്ടോ? സീസൺ ഒന്നുമില്ല, സീസണിൽ എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും. ഇത് ഏകദേശം എത്ര റേറ്റ് വരും നമുക്കിപ്പോ? ഒരു ഇത് നല്ല ചെടിക്ക് 100 രൂപ. നല്ല, അതെ. കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളിപ്പോൾ ഒരു നോർമൽ റേറ്റ് പറയുകയാണെങ്കിൽ 100-നാണ് നമ്മളിപ്പോൾ ഒരു സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കൂടുതൽ എടുക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പം നിങ്ങളെന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു കുറേ തൈയെടുത്ത് നമുക്ക് മാറ്റി വെക്കുകയോ അങ്ങനെ ചെയ്യുന്നവർക്ക് കുറച്ച് ലാഭമല്ലേ? അതെ അതെ. അപ്പം നമ്മൾ റീറ്റെയിലായിട്ട് വാങ്ങണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലേ? അപ്പം ചേട്ടാ, നമുക്ക് അടുത്ത വെറൈറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ? അടുത്ത് ഇത് ആപ്പിൾ ജാമ്പേര തൈയാണ്. അതിൻ്റെ മദർ പ്ലാന്റ് ഇതാ നിൽക്കുന്നുണ്ട്. അത് വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, പച്ചയുണ്ട്. അപ്പോൾ ഇത് ആപ്പിൾ ജാമ്പ ഇത് ഏത് വെറൈറ്റി അറിയാമോ? ചുവപ്പാണ്. ഇത് ചുവപ്പില്ലേ? ഇതിപ്പോൾ എത്ര ദിവസമായതാണ്? ഇതിപ്പോൾ ഒരു 3 മാസം. 3 മാസമായിട്ടുണ്ട്. ഓക്കെ. ഇത് നെല്ലി വന്നിട്ട് നമ്മൾ N49 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. N49. ഇതെങ്ങനെ? ഇത് വലിയ നെല്ലിക്കാണ്. ഇതിപ്പം നമ്മള് കുഞ്ഞു കവറിൽ നിന്ന് മാറ്റി ഇങ്ങനെ വെയിലത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 15 ദിവസം എല്ലാം കഴിയുമ്പോൾ പൂ ഇടാൻ തുടങ്ങും. അത്ര നല്ല ഹെൽത്ത് ചെടിയാണ്. ഓക്കെ. ഇതിപ്പോ നമ്മള് സെയിലിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എത്ര രൂപയാണ് ചേട്ടാ? 100 രൂപയാണ്. ഇതും 100 രൂപയുള്ളൂ. ഓക്കെ. ഇപ്പം അതിന്റെ അടുത്ത് കുറച്ച് മാവ് ഇരിപ്പുണ്ട്. ഇത് വന്നിട്ട് കലപ്പാടി എന്ന് പറഞ്ഞ മാങ്ങയാണ്. കലപ്പാടി. കലപ്പാടി നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കുന്ന കോട്ടുകുണം മാവിനെ പോലെ നമ്മളെ കേരളത്തിലെല്ലാം പിടിക്കുന്ന ഒരു മാവാണ്. അപ്പം മാങ്ങ ഒരു 1/2 കിലോ ഒരു അതിന്റെ അകത്തേ കാണും വെയിറ്റ്. പക്ഷെ നല്ല മാവ് ഉറപ്പുള്ളതും നല്ല ടേസ്റ്റ് ഉള്ള മാവാണ്. നല്ല ടേസ്റ്റ്. ഇത് അകത്ത് ടേസ്റ്റ് എങ്ങനെ? നല്ല യെല്ലോ മഞ്ഞ കളറാണ്. മഞ്ഞ കളറാണ്. പക്ഷെ ഇത് എല്ലാ സീസണിലും നല്ല വെയിലുണ്ടെങ്കിൽ കാ പിടിക്കുന്നതാണ്. ഇതിന്റെ മദർ പ്ലാന്റ് അവിടെ അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴും പൂ നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ഇത് എങ്ങനെ ഗ്രാഫ്റ്റ് റേറ്റ് എങ്ങനെ വരും? ഇത് വന്നിട്ട് ചെറിയ തൈ 100 രൂപ മുതൽ ഈ ചെടിയെല്ലാം ഒരു 300 രൂപ ആ റേഞ്ചാണ്. ഇത് നല്ല പൊക്കമുണ്ടല്ലേ? ഒരു 2.5 അടിയിൽ കൂടുതൽ അയറുണ്ടല്ലോ. അതെ അതെ. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പൂ വന്നതാണ്. പൂ വന്ന് അത് തിളിരിട്ട് അങ്ങനെ നിൽക്കുകയാണ് അടുത്ത പൂ വരാൻ വേണ്ടി. നമ്മളെ തൈയുടെ വലിപ്പം കൂടുമ്പോൾ വില നമ്മൾ അഡ്ജസ്റ്റ് കുറച്ച് വ്യത്യാസം വരും. പക്ഷെ നമ്മൾ കവർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് തൈര് ഇത് ഹോൾസെയിൽ ആണെങ്കിൽ അതിൽ നിന്നും വില താഴ്ത്തി കൊടുക്കും. ഇതിപ്പോ വലിയ പാക്കറ്റിൽ വെച്ചിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് റേറ്റ് കൂട്ടി വാങ്ങുന്നത്. അതെ അതെ. ഇതിന്റെ കവർ അടുത്ത സ്റ്റേജ് മാറ്റുമ്പോൾ തൈര് വില വീണ്ടും മാറും. നമ്മൾ അത്രയും ദിവസം അതിന് പരിചരണം കൊടുക്കുന്നത്. ഓക്കെ ചേട്ടാ. പിന്നെ അടുത്ത ഇത് ബെറ ആപ്പിൾ ഉണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലെ എഴന്ത എന്ന് പറയുന്ന എഴന്തപ്പഴം അല്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകതകള്? ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കാരയ്ക്ക പോലെ ഉള്ള ഒരു ചെറിയ കുഞ്ഞു കുരു ഉണ്ടാവും. കാരയ്ക്ക പോലെ ഇരിക്കും. പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും ഉണ്ട്. പേര് എരന്തപ്പഴം. ബെറ ആപ്പിൾ എന്ന് പറയും. ബെറ ആപ്പിൾ. ഇതെങ്ങനെയാ? ഇത് നട്ടു കഴിഞ്ഞ എത്ര ദിവസം കഴിയുമ്പോഴാണ്? ഇതിപ്പോ ഒരു 3 മാസമായ ചെടിയാണ്. കട്ടിൻസ് വെച്ച് നമ്മളിങ്ങനെ ചെയ്തതാണ്. ഇപ്പോഴേ കാ പിടിക്കാൻ തുടങ്ങി. ഇപ്പോഴേ തുടങ്ങിയില്ല? അതെ അതെ. നമുക്ക് പൂക്കൾ ഇതിൽ കാണാമല്ലോ. അതെ അതെ. ഇതിന്റെ മദർ പ്ലാന്റ് അത് അപ്പുറത്ത് ഇപ്പൊ ഉണ്ട്. 360 ദിവസവും 65 ദിവസവും പൂവും കായുമായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എപ്പോഴും കായ്ക്കും? സീസണില്ല. ഇതെങ്ങനെയാ റേറ്റ് എങ്ങനെ? ഇത് വന്നിട്ട് 100 രൂപയാണ്. ഇതും 100 രൂപയാണ്. പിന്നെ കൂടുതൽ എടുക്കുന്നവർക്ക് വില കുറച്ച് കൊടുക്കും. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ചേട്ടാ, ഇത് കുറച്ച് വലിയ മാവാണ്. അതെ, കോട്ടുകോണം മാവാണ്. ഇത് കോട്ടുകോണം. ഇത് കോട്ടുകോണം. ഇതിന്റെ തൈയെല്ലാം ഇത് കവർ കുഞ്ഞു കവറാണെങ്കിലും തൈ എത്ര ഹൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ വിൽക്കുന്നത് 400 രൂപയാണ്. 400 രൂപ. അതെ.
ഇത് കവർ മാറ്റിയ റേറ്റ് മാറും. ആ ആ ഇതിന്റെ അടുത്ത കവറിലുള്ള ചെടി ഇവിടെ ഇരിപ്പുണ്ട്. ആ ചേട്ടാ ഇതിന്റെ വില എത്രയാണ് ഈ വലുതിന്റെ? ഈ വലുതിന്റെ വില 1000 രൂപയാണ്. 1000 രൂപ. 1000 രൂപ കുറച്ച് ഇതല്ലേ? കൂടുതലല്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരു മാവ് വളരണമെങ്കിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമേ അത് തിളിരിടും. ഓരോ സ്റ്റെപ്പായിട്ട്. പ്ലാവ് ഇങ്ങനത്തെ ചെടികളാണെങ്കിൽ ഡെയിലി ഇല വന്നിട്ടേയിരിക്കും. അപ്പൊ ഇത്രയും വളർത്തിയ ചെടി നിങ്ങളിപ്പോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വർഷം തന്നെ അത് കായിട്ട് പൂവിട്ട് കായ്ക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു 3 വർഷം കാത്തിരിക്കേണ്ട കാര്യമല്ല. നമ്മൾ കൊണ്ടുവച്ച് അപ്പൊ തന്നെ കായ്ച്ചു തുടങ്ങും. ആ ഓക്കെ ഓക്കെ. ഇതിപ്പോ ഒരാൾ പൊക്കം ഉണ്ടല്ലേ? അതെ അതെ. എന്നെക്കാളും കൂടുതലാണ്. അതെ അതെ. പൊക്കം കൂടി ചെടിയെല്ലാം ഇരിപ്പുണ്ട്. ഒരുപാടുണ്ട്. ഓക്കെ. ഇതിപ്പോ നമ്മുടെ കറക്റ്റ് വില 1000 രൂപയാണ്. പക്ഷെ വരുന്ന കസ്റ്റമർ ഇതനുസരിച്ച് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ വില കുറച്ച് കൊടുക്കും. ഓക്കെ. പിന്നെ അടുത്തോടെ ആണെങ്കിൽ ട്രാൻസ്പോർട്ടിങ് ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുക്കാം. ഓക്കെ. കുറച്ച് അടുത്തോടെ, അതായത് ഒരു 10 കിലോമീറ്ററിന്റെ അകത്ത്. ഓക്കെ ചേട്ടാ, ഈ തൈയൊക്കെ ഇപ്പൊ നമ്മളൊരു പുതിയൊരു വീട് വെക്കുന്ന ഒരാൾക്ക് വീട്ടിന്റെ മുന്നില് വലിയൊരു മാവിന്റെ തൈ ആവശ്യം ഉണ്ടെങ്കിൽ ഇതൊരെണ്ണം കൊണ്ടുവച്ചാൽ മതി ഇല്ലേ? അപ്പൊ നമ്മൾ അവിടെ മാവിന്റെ വെച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വെച്ച് പിറ്റേ വർഷം തന്നെ കാച്ചു തുടങ്ങും. ഓക്കെ. ഇത് വെറൈറ്റി ഏതാണ്? കോട്ടുകോണം. ഇതും കോട്ടുകോണമാണ്. ഓക്കെ. കോട്ടുകോണം ഇവിടെ നല്ല സെയിലാണ്. അതെ അതെ. ഇവിടെ കൂടുതൽ പോകുന്നത് കോട്ടുകോണം മാവാണ്. ഇതൊക്കെ ഈ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ കോട്ടുകോണം നല്ല ഒരു സംഭവമാണ്. ഇതിന്റെ മദർ പ്ലാന്റ് എന്റെ വീട്ടിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇഷ്ടംപോലെ പൂവിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇത് എടുത്തുകൊണ്ടെന്ന് നമ്മൾ ബഡ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോയല്ലോ. ഇത് വെള്ളരി മാവ് എന്ന് പറയും. വെള്ളരി മാവ് അച്ചാറിന് ഉപയോഗിക്കുന്നതാണ്. ഇത് എപ്പോഴും സീസണല്ല, എപ്പോഴും പൂവും. ഇത് ചെടി കാണാൻ അല്പം ഹെൽത്തി കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂവും ഇതായിട്ട് വരുന്നത് കൊണ്ട് ചെടി കൂടുതൽ ചാടി പെട്ടെന്ന് വളരില്ല. അതായത് ഇതിന് സീസൺ ഇല്ല. നമ്മൾ സാധാരണ മാവൊക്കെ ഒരു വർഷത്തിൽ ഒരിക്കലല്ലേ കായ്ക്കുന്നത്? അതെ അതെ. ഇത് എപ്പോഴും ഇത് അതായത് സീസൺ ഇല്ലാതെ നല്ല വെയിലും വെള്ളവും വളവും കിട്ടുകയാണെങ്കിൽ എപ്പോഴും കായായിരിക്കും. ഓക്കെ. നമുക്കിതില് ഇപ്പം ചെറിയ മാങ്ങ നിൽക്കുന്നുണ്ട്. ചെറിയ മാങ്ങ ഇവിടെ നിന്ന് കാണാം. അതെ 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 അതെ. ഇത് വെള്ളരി ഇല്ലേ? നമ്മള് ഇത് കൂടുതൽ അച്ചാറിന് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. അച്ചാറിനും കറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതെങ്ങനെ, ഇത് റേറ്റ് എങ്ങനെ വരും ഇതിന്? ഇതിന്റെ വില 250 രൂപ. ഈ സൈസിലുള്ളത് ചെടിക്ക് പൂത്തിക്കുന്ന ചെടിക്കെല്ലാം വിൽക്കുന്ന 250 രൂപ. ഇതിലും എന്താ വലിയ കൊത്ത് പൂവെല്ലാം ഉണ്ട്. ഇതിലും പൂവുണ്ട്. അതെ. ഇതിലെല്ലാം പൂ വരുന്നുണ്ട്. അതെ അതെ. കാണുമ്പോ മുട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിലും മുട്ടുണ്ട്. ഇത് നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഓക്കെ. ഇത് നാരകമാണ്. ഇത് അച്ചാറിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മള് ജ്യൂസ് അടിച്ച് കുടിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നാരക നിങ്ങളെ ഇവിടെ ചെയ്യുന്ന സാധനമാണല്ലോ. ഇവിടെ മദർ പ്ലാന്റ് അപ്പുറത്തിട്ട് നമ്മൾ പതി കെട്ടി നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഓക്കെ. ലെയറിങ് ചെയ്ത് ഇതിപ്പോ ഇത് ഒരു സെക്ഷൻ പോയതിനു ശേഷം ബാക്കി വന്നാണോ ഇത്? അതെ, പോയതിനു ശേഷം ബാക്കി വന്നതാണ്. അടുത്ത് നമ്മൾ പതി കെട്ടി വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ മഴയില്ലാത്തത് കൊണ്ട് അല്പം പിടിക്കുന്നത് അല്പം കുറവാണ്. ഇതിപ്പോ കുറച്ച് വലിയ തൈയാണ്. വലിയ ചെടിയാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 100 രൂപയാണ്. ഇത്രയും വലിയ തൈ 100 രൂപ. അതെ. ഓക്കെ. അപ്പൊ ചേട്ടാ, ഇത് മറ്റേ മാവാണ്, പൊക്കമുള്ളതാണ്? കോട്ടുകുണം മാവാണ്. നമ്മൾ നേരത്തെ നോക്കിയില്ലേ കണ്ടത്? ആ ഒരു വലിയ കവറിലുള്ളതല്ലേ? അതെ. അതിന്റെ വേറെ ഇത് നല്ല നല്ല ചെടി പോലെ വീട്ടിന് മുമ്പിൽ നടാം. നല്ല ബ്രാഞ്ച് എല്ലാം ഉണ്ട്. കാണാൻ നല്ല ഷോ ആയിരിക്കും. തറയിൽ നടുമ്പോൾ നല്ല ഷോ ആയിരിക്കും. അതെ 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 അതെ. ഓക്കെ ചേട്ടാ, പിന്നെ ഇത് സപ്പോർട്ടയാണ്. ബാൾ സപ്പോർട്ടയാണ്. ബാൾ സപ്പോർട്ട എന്ന് പറഞ്ഞാൽ ഈ ഉരുണ്ടക്കായാണ് ഇങ്ങനെ. ഇപ്പൊ ഇതായിരിക്കുന്ന തൈയെല്ലാം ഇത് മദർ പ്ലാന്റിന് നേരത്തെ തൈ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരു തൈ മാറ്റി വെച്ചിട്ട് വലിയ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ തൈകളാണ്. ഇതെല്ലാം ഇപ്പം പരുവായിരിക്കുകയാണ്. കുഞ്ഞ് ഇതായിരിക്കുന്ന ചെടി വന്നിട്ട് 100 രൂപയാണ്. 100 രൂപ. ഇതായിരിക്കുന്ന വലിയ ചെടിയെല്ലാം 200 രൂപയാണ്. 200 രൂപ. അപ്പൊ ഇത് ചിലതൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ടല്ലോ? കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. കാണാം. അതെ. സപ്പോർട്ട 100 രൂപ മുതൽ തൈര വില ഇത് സൈസ് അനുസരിച്ച്. ഓക്കെ. ഇപ്പൊ നമ്മളെ ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ഈ ചെടിക്ക് 100 രൂപയാണ്. 100 രൂപയാണ്. ഓക്കെ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആപ്പിൾ ജാമ്പേര മദർ പ്ലാന്റ്. ഇതിന്ന് നിങ്ങളിത് ആപ്പിൾ ജാമ്പ് എങ്ങനെ ലെയറിംഗ് ആണോ അതോ ഗ്രാഫ്റ്റ് ആണോ? ഇത് നമ്മൾ പതി കെട്ടി എടുക്കുന്നത്. അതായത് ലെയറിംഗ് ചെയ്തെടുക്കണല്ലേ? എയർ ലെയറിംഗ്.
ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോയാലോ. അടുത്ത് നമ്മളെ ഞാവലിരിപ്പുണ്ട്, വൈറ്റ് ഞാവല്. വൈറ്റ് ഞാവൽ. ഇത് നല്ലതാ, പൂവെല്ലാം ഇതാ ഇപ്പൊ ഇടാൻ തുടങ്ങി. ഇത് കാര്യമായിട്ട് പൂവുണ്ടല്ലോ. ഉണ്ട്, ഇതായിരിക്കുന്നു. ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ച് ടെറസിന്റെ മുകളിലും വെക്കാം. മുറ്റത്ത് കുറ്റിച്ചെടി പോലെ നിൽക്കും. ഇത് വലിയ മരമായിട്ട് വളരൂല, എപ്പോഴും നമുക്ക് വീട്ടിലെ ഗാർഡനിലൊക്കെ ചെയ്യാം. പുല്ലിന്റെ പുറത്ത് മൗണ്ടിലെല്ലാം സെറ്റ് ചെയ്ത് കുറ്റിച്ചെടി പോലെ നമുക്ക് ഷേപ്പാ വെട്ടി വിടുകയും ചെയ്യാം. അതെ അതെ. ഇതെങ്ങനെയായിട്ടാ റേറ്റ് വരുന്നത്? ഇത് വന്നിട്ട് വലിയ ചെടിയാണ് ഇപ്പൊ നമ്മളിൽ ഇരിപ്പുള്ളത്. ഇത് വന്നിട്ട് ഇപ്പൊ 400 രൂപയാണ് വില. 400 രൂപയ്ക്ക്. ഇത് നമ്മള് ഗാർഡനിലൊക്കെ വെച്ചാൽ മതിയല്ലോ. അതായത് ചെറുത് വാങ്ങി വളർത്തേണ്ട കാര്യമില്ല. ഇല്ല. ഇതെല്ലാം വലിയ ചെടിയാണ് ഇതായിരിക്കുന്നത്. ഇത് നല്ല വലുതാണ്. അതെ. ഇവിടെ സ്ഥലം ശകലം കുറവായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ നെരുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ പുളി ഇരിപ്പുണ്ട്, എല്ലാം ബഡ് ചെയ്തതാണ്. ഇതെല്ലാം ഇപ്പൊ സീസണിൽ പൂവിട്ടിരുന്നു, കാ പിടിച്ചില്ല. ഇങ്ങനെ ഇത് കുറച്ച് ചെടിയുള്ളൂ, ബാക്കിയെല്ലാം ഇത് നമ്മള് വേറെ ലോഡ് ചെയ്ത് കൊടുത്തായിരുന്നു. ഓക്കെ ചേട്ടാ, അതൊന്ന് കാണിച്ചു തരുമോ ഈ ബഡ് ചെയ്ത പുളി? അതെ, അടിപൊളി. നമ്മളങ്ങനെ സാധാരണ പുളി ബഡ് ചെയ്ത് അല്ലെങ്കിൽ ബഡ് ചെയ്ത പുളി നമ്മളങ്ങനെ സാധാരണ കാണാറില്ല. അതെ. ഇതിപ്പം ആളോട് ചില കസ്റ്റമർ ഒന്ന് ചോദിക്കുന്നുണ്ട് പുളി ഉണ്ടോ എന്ന്. ഇതിപ്പോ ഒരു മിനിറ്റ് ഒന്ന് കാണണ്ടേ. ഇത് എത്ര ഇത് ബഡ് ചെയ്ത പുളി? ഇത് 150 രൂപ. 150 രൂപ ഉള്ളൂ. അത് ഇത്രയും വളർന്നത്. ഇതെപ്പോഴേ കാച്ചു തുടങ്ങാറായിട്ടുണ്ടല്ലോ. അതെ, ഇതെല്ലാം പൂ ഇട്ടതാണ്, സീസണിൽ പൂ ഇട്ടതാണ്. അതെ. പിന്നെ കമ്പിളി നാരന്തി ഇരിപ്പുണ്ട്. കമ്പിളി നാര. അതിന്റെ തൈകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇതും എല്ലാം പൂട്ടതാണ്. ഇത് വലിയ തൈയാണ്. വലിയ തൈയാണ്, 5 അടി ഹൈറ്റ് ഉണ്ട്. അതെ. ഇതെങ്ങനെയായിട്ടാ റേറ്റ് പറഞ്ഞത്? ഇത് വന്നിട്ട് ഒരു 400 രൂപ. വലിയ ചെടിയാണ്. അതെ, വലിയ ചെടിയാണ്. അതെ, ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഇതും കാഴ്ച തുടങ്ങുന്നതാണ്. ഇതിന്റെ കൂടാതെ അപ്പുറത്ത് കുറച്ച് ചെടി ഇരിപ്പുണ്ട്, അതിൽ കാ വരാൻ തുടങ്ങി. ഇത് പിന്നെ മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിന് ചെറിയ തൈ വന്നിട്ട് 100 രൂപ മുതൽ 300 രൂപ വരെ ഉള്ള ടൈപ്പേ ഉള്ളൂ. ഇത് നല്ല വെറൈറ്റി ആണോ? നല്ല വെറൈറ്റി ആണ്. നമ്മളിത് പാലയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. കോട്ടയം പാല. ഓക്കെ. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ വിത്ത് കൊണ്ടുവന്ന് നമ്മളിവിടെ പൊടിപ്പിച്ച് അങ്ങനെ വേറെ നഴ്സറിക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് ബാക്കിയിലോട്ട് പോയാലോ. ഇവിടെ കുറച്ച് ചെടിയുണ്ട്, നല്ല വലിയ ചെടിയാണ്. ഈ ചെടിക്ക് നമ്മൾ കൊടുക്കുന്നത് 300 രൂപയാണ്. ഈ മാംഗോസ്റ്റ് 300 രൂപ അല്ലേ? ഇത് രണ്ടും ഒരു വെറൈറ്റി ആണോ? ഇത് എല്ലാം ഇവിടെ ഇരിക്കുന്ന ചെടിയെല്ലാം ഒരേ വെറൈറ്റിയാണ്. ഇതെല്ലാം നല്ല ബ്രാഞ്ച് ഇട്ട ചെടികളാണ്. ഇതായിരിക്കുന്നതെല്ലാം ഇതായിരിക്കുന്ന പിന്നെ ഇത് മുരിങ്ങ തൈ ഉണ്ട്, നല്ല ഹൈബ്രിഡ് മുരിങ്ങ. അത് അവിടെ കാച്ചു നിൽപ്പുണ്ട്, അതിന്റെ തൈ ഇരിപ്പുണ്ട്. ഹൈബ്രിഡ് മുരിങ്ങ. അത് എത്രയായിട്ടാ വില? ഇത് തൈ വന്നിട്ട് 20 രൂപയാണ്. മുരിങ്ങത്തെ 20 രൂപയുള്ളൂ. നല്ല നീളമുള്ള മുരിങ്ങയാണ്. നമുക്ക് മദർ പ്ലാന്റ് ഉണ്ട്, അതിൽ നിന്ന് വിത്തെടുത്ത് നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഇത് റംബൂട്ടാൻ അല്ലേ? റംബൂട്ടാൻ. ഇത് ഗ്രാഫ്റ്റ് ആണോ റംബൂട്ടാൻ? അതെ. ബഡാണ്. ചെറിയ ചെടി ഇപ്പം വളർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിപ്പോ ഷെയ്ഡ് ഇട്ടിരുന്നു, ഷെയ്ഡ് മാറ്റിയത് കൊണ്ടാണ് ചെറിയൊരു ഇല കരിച്ചിലിന് ചൂടും അല്പം കൂടുതലാണല്ലോ. ഇതെങ്ങനെയാ റേറ്റ് പറഞ്ഞത് റംബൂട്ടാൻ? ഇത് വന്നിട്ട് 300 രൂപയാണ്. 300 രൂപ. ഇത് വലിയ തൈയാണല്ലോ അല്ലേ? അതെ. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം അല്ലേ? പിന്നെ വലിയ റംബൂട്ടാൻ ഇവിടെ ഇരിപ്പുണ്ട്. N80 ചുവപ്പാണ്. ഇത് വന്നിട്ട് നമ്മൾ വിൽക്കുന്നത് 700 രൂപയാണ്. ഇത് 700 രൂപ. ഇതെല്ലാം അടുത്ത വർഷം ആകുമ്പോൾ എല്ലാം കായ്ക്കും. ഇത് നമ്മൾ കൊടുത്തതിന്റെ ബാക്കി തെരുവ് തൈയാണ് ഇവിടെ ഇരിപ്പുള്ളത്. ഇപ്പം ബാക്കി ഒരു 10-200 തൈ കൊടുത്തായിരുന്നു. കൊടുത്തതിന്റെ ബാലൻസ്. ഓക്കെ ചേട്ടാ, പ്ലാവ് കുറെ വെറൈറ്റി ഉണ്ടല്ലോ. അതെ, പ്ലാവ് ഉണ്ട്. ഇത് ഏതാ പ്ലാവ്? ഇത് വിയറ്റ്നാമിലെ പിങ്ക് ആണ്. വിയറ്റ്നാം പിങ്ക് 1000 ജാക്ക് എന്ന് പറയുന്ന പ്ലാവാണ്. അപ്പൊ ഇത് നമ്മള്
കുഞ്ഞു തൈ വേറെ നഴ്സറിക്കെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി വന്നതാണ് ഇങ്ങനെ കവർ മാറ്റി ഇട്ടിരിക്കുന്നത്. ഓ ഇപ്പൊ ശരിക്കും പറഞ്ഞ ലോഡ് പോയില്ലേ? പോയി. പ്ലാവ് കൂടുതൽ സ്റ്റോക്ക് ഇരിക്കൂല. ഇപ്പൊ നമ്മൾ ചെയ്തു വിട്ടിരിക്കുന്നു. ഒരു 1.5 മാസം കഴിയുമ്പോൾ 5000 10,000 തൈ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ ആ കൊടുത്തതിന്റെ ബാക്കി തൈയാണ് നമ്മൾ കവർ മാറ്റി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. പ്ലാവ് അങ്ങനെ കൊള്ളിരിക്കില്ല. പിന്നെ ഇത് ചുവന്ന പേരയാണ്, ബീട്രൂട്ട് പേര എന്ന് പറയും. ഇതിലും പൂവും കായും ഉണ്ട്. ഇതാ നിൽക്കുന്നുണ്ട് കാ. ഇത് ബീട്രൂട്ട് പേര. ബീട്രൂട്ട് പേര. ബീട്രൂട്ട് പേര എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കളർ ഒരു ബീട്രൂട്ടിന്റെ. ഇത് മാംസളം നല്ല കനമായിരിക്കും. വിത്ത് വരുന്ന ഭാഗം കനം കുറവ്. ചെറിയൊരു നെല്ലിക്കര അത്ര തന്നെ കാണും. ഓ അത്രേ കാണും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാ ചെടിയിലും പൂവും അങ്ങനെ എല്ലാം ഉണ്ട്. ഈ ചെടിയിലും ഇതാ പൂവ് മുട്ട വന്നിരിക്കുകയാണ്. ഓക്കെ. ഇത് കുറെ ഉണ്ടല്ലേ? അതെ. ഇത് യുജീനിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഏതാണ്? യുജീനിയ. ഇതായിരിക്കുന്ന ഈ ചെടിയിൽ. യുജീനിയ നല്ല എക്സോട്ടിക് ഫ്രൂട്ട് അല്ലേ? അതെ. ഇത് ഫ്രൂട്ട് അല്ല സാർ, ഇത് ചെടിയാണ്. ചെടി. അത് അലങ്കാരത്തിന് വളർത്താം. അലങ്കാരത്തിന് തണൽ മരമായിട്ട് വളർത്താം. അതെങ്ങനെയാ വില വരുന്നത്? ഇത് ഇത്രയും വലിയ ചെടി വന്നിട്ട് 70 രൂപ. 70 രൂപ. ഇത് വില കുറവാണ്. ഇത് കവർ മാറ്റി വെച്ച വലിയ ചെടിയാണ്. പിന്നെ ഇത് N80 മഞ്ഞ ഇരിപ്പുണ്ട്. റംബൂട്ടാൻ N80 മഞ്ഞയാണ്. അതായിരിക്കുന്നത്. കുറച്ചേ ഉള്ളൂ. ബാക്കി പോയതാണ്. ഓക്കെ. ഇത് പ്ലാവ് ചെമ്പടക്ക, ചീനി ചെമ്പടക്ക എന്ന് പറഞ്ഞ പ്ലാവാണ്. അതെങ്ങനെ ചുവപ്പാണത്? അതെ. പഴം ചുവന്നിരിക്കും. ഇതിന്റെ പേര് ചീനി ചെമ്പടക്ക എന്നാണ് ഇതിന്റെ പേര്. ഓ ചീനി ചെമ്പടക്ക. ഇതിന്റെ തൈ ഒന്നും ഇപ്പോഴും സ്റ്റോക്ക് ഇല്ല. നമ്മളിപ്പം ചെയ്ത് വിട്ടിരിക്കുകയാണ്. അപ്പൊ നിലവിൽ കൊടുക്കാനില്ല. ഇനി ഒരു 1.5 മാസം കഴിഞ്ഞാൽ തൈ കൊടുക്കാം. ഇത് മിനി ഓറഞ്ച്, ഓറഞ്ച് എന്ന് പറയും. ജ്യൂസിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഇത് നല്ല കുറ്റിച്ചെടി പോലെ ഈ കവറിൽ തന്നെ എങ്ങനെ ഇരുന്ന് വളരുകയും ചെയ്യും, നിറച്ച് കാക്കുകയും ചെയ്യും. സീസണൊന്നും ഇല്ല. ഇത് ഏത് സമയത്തുണ്ടാവും? ഏത് സമയത്തുണ്ടാവും. ഇതിലിപ്പോ കായ ഉണ്ടല്ലോ? കായ ഉണ്ട്. ഇതിന്റെ വലിയ ചെടിക്ക് ഈ ചെടിക്ക് തന്നെ 100 രൂപ ഉള്ളൂ. ഇതിന്റെ കുറച്ചുകൂടെ ബുഷായിട്ടുള്ള ചെടി ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടാ ഇതിലൊരു പഴം ഞാനൊന്ന് കണ്ടു. ഇതിപ്പോ ഏകദേശം പഴുത്തിട്ടുണ്ടല്ലോ? പഴുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പണിക്ക് നിൽക്കുന്നവര് അടുത്ത് ജ്യൂസ് അടിച്ചു കുടിക്കും. അത് ചൂടില്ലേ, ചൂട് കൂടുതലായത്. ഇതിന്റെ പേര് ബുഷ് ഓറഞ്ച് എന്ന് പറയും. ബുഷ് ഓറഞ്ച്. അപ്പൊ നിങ്ങൾ ഈ ബുഷ് ഓറഞ്ചിന്റെ സൈസ് നോക്കുക. എന്റെ കൈയുടെ ഫ്രണ്ടിൽ ഇത് സംഗതി ഇരിപ്പുണ്ട്. കണ്ടോ? ഒരു ഇത്ര സൈസേ ഉള്ളൂ. സാധാ ചെറുനാരങ്ങയുടെ അത്രയും സൈസേ ഇതിനകത്തുള്ളൂ. ഇതെങ്ങനെയാ വില വരുന്നത്? ഇത് നല്ല ചെടിക്ക്, വലിയ ചെടിക്കെല്ലാം 100 രൂപയാണ്. 100 രൂപ. ഇതിപ്പോഴും ഈ ഒരു ചെറിയ സൈസ് മുതൽ അത് കായ്ച്ചു തുടങ്ങിയില്ലേ? അതെ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ നാരകം, അതിന്റെ വലിയ പ്ലാന്റ് ആണ് ഇത്. അതിന്റെ കായ നിൽക്കുന്നുണ്ട്. ഓ കായ്ച്ചു തുടങ്ങി. അതെ. ഇത് നമ്മൾ സാധാ നാരങ്ങയല്ലേ? നാരങ്ങ വെള്ളം കുടിക്കുന്നതിൽ കുറച്ചുകൂടെ വലുതായി. വലുത്. പിന്നെ റംബൂട്ടാന്റെ ചെറിയ തൈ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വന്നിട്ട് N80 റെഡ് ആണ്. റെഡ് ആണ്. ഇത് കവർ മാറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് ഈ സൈസ് ആണെങ്കിൽ 250 രൂപ കൊടുക്കാം. 250 രൂപ. ഇതിപ്പോ റംബൂട്ടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ? അതെ. ഇതിപ്പോ എത്ര ദിവസമായിട്ടുണ്ടോ ചേട്ടാ ഇതിന്റെ? ഇപ്പൊ നമ്മള് ഗ്രാഫ്റ്റ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട്? ഇത് വന്നിട്ട് ഇപ്പൊ ഒരു 3 മാസമായിരിക്കും. 3 മാസമായി. അതെ. ഇത് ചെറിയ കവറല്ലല്ലോ, വലുതല്ലേ? അതെ, അല്പം വലിയ കവറാണ്. ഈ ചെടിയെ ജോലി ചെയ്ത 2 വർഷത്തിലെല്ലാം കായ്ക്കും. അത് നല്ല വെറൈറ്റി ആണ്. അതെ. അത്യാവശ്യം സൈസ് ഉണ്ട്. ഒരു 2 അടി കൂടുതൽ ഹൈറ്റ് വരുമല്ലോ? വരും. ഇത് എത്ര റേറ്റ്? 250. ഹൈറ്റ് ഉള്ള ചെടി ഇതിൽ ഇരിപ്പുണ്ട്. നമ്മളടുത്ത് ഇതിനിപ്പോ കവർ മാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കവർ മാറി വരുമ്പോ അടുത്ത റേറ്റ് മാറും. അതായത് കുറച്ചുകൂടെ വളർന്നതിന് ശേഷമല്ലേ? പിന്നെ നമ്മള് പ്ലാവ് ബഡ് ചെയ്തിരിക്കുന്ന ഇതാണ്. ഇതിപ്പോ പ്ലാവിന്റെ, അതായത് നഴ്സറിയാണ്, ബഡ്ഡിങ് നഴ്സറി. ഇതിപ്പോ ഓൾറെഡി ബഡ്ഡിങ് കഴിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ ഒരു 15 ദിവസം ആയതേ ഉള്ളൂ. പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെക്കാം. ഇതിപ്പോ നമ്മള് ബഡ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം വെള്ളത്തിന്റെ ചെറിയ ഒരു ഇതായതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഇങ്ങനെ വരിയായിട്ട് വെക്കുമ്പോൾ നല്ല വെള്ളം കൊടുക്കണം. തൈ വാടാൻ പാടില്ല.
2-3 നേരം വെള്ളം കൊടുത്താലേ നല്ല ഇത് ഹെൽത്തിയായി നിൽക്കുമെങ്കിലേ ബഡ് പിടിക്കുള്ളൂ. ഇതിപ്പോ ഈ ബഡിങ് ആണ് നമ്മൾ ഈ പേപ്പർ ചെയ്ത് വെച്ച് വിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ ഈ പേപ്പറിനെ മാറ്റിയിട്ട് ഇതായിരിക്കുന്നതാണ് അതിന്റെ ഇത്. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് തയ്യെ മാറ്റി വയ്ക്കും. വയ്ക്കുമ്പോ ഇവിടെ നിന്ന് മുള വരണം. ഓ, ഇത് വന്ന് തുടങ്ങിയില്ലല്ലേ? ഇല്ല, തുടങ്ങിയില്ല. ഇപ്പൊ ഒരു 15 ദിവസം ആയതേ ഉള്ളൂ. ഇത് പേപ്പർ മാറ്റണമെങ്കിൽ 1 മാസം ആവണം. എന്നിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ വെട്ടി വയ്ക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ കലപ്പാടി മാവിന്റെ ഇത് പ്ലാന്റ് ആണ്. കവറിലിരുന്ന് അവിടെ ഇരിക്കുന്നതിന്റെ കൂടെ ഉള്ള തൈയാണിത്. അപ്പൊ ഇതാ ഇതില് മാങ്ങ നിൽക്കുന്നുണ്ട്, പൂവുണ്ട്. ഇത് നല്ല വീട്ടിന്റെ മുമ്പിൽ ചെടി പോലെ വളർത്താം. നല്ല കുറ്റിയായിട്ട് നല്ല ഭംഗിയായിട്ടേക്കും. കുഞ്ഞു ഇലയാണ്. മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഓ, ഇത് ചേട്ടാ ഏത് മാവാണ് ധരിക്കുന്നത്? ഇത് കോട്ടുകോണം മാവാണ്. ഇത് കുറച്ച് വലിയ കവറിൽ പാക്ക് ചെയ്തതാണ്, മാറ്റി വെച്ചതാണ്. ഇപ്പം വെയിൽ കൂടുതലായതുകൊണ്ടാണ് ഇലയെല്ലാം ഒന്ന്. അപ്പൊ നമുക്കിനി ബാക്കി കൂടെ നോക്കിയിട്ടില്ല. പിന്നെ ഇത് ശീതപ്പഴത്തിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കഴിക്കുന്നത്. ശീതപ്പഴം ഇതൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ തൈകളുണ്ടോ ഇവിടെ? ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതെ, ഇല്ലേ? സാറ് പപ്പാളി അവിടെ നിൽപ്പുണ്ട്. പപ്പായ റെഡ് ലേഡി ആണ്. അത് ഇത് ചെറുതിലെ ഇവിടെ ഇത് കാച്ചു നിൽക്കുന്നതാണ്. റെഡ് ലേഡി ആണോ? അതെ, ഇതെല്ലാം റെഡ് ലേഡി ആണ്. ഇതും ഇത് പൂടാൻ തുടങ്ങി, ചെറിയ പൂ വരാൻ തുടങ്ങി. ഇതെങ്ങനെ ഇതിന്റെ റെഡ് ലേഡിയുടെ തൈ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അതെങ്ങനെയാ നിങ്ങളെ റേറ്റ്? 40 രൂപ. 40 രൂപ. അല്പം സൈസ് ഉള്ളത് കുഞ്ഞു തൈക്കാണെങ്കിൽ 20 രൂപയുള്ളൂ. ഇത് വന്നിട്ട് ഒരു കയറ് കെട്ടി വെച്ചിരുന്നു, ശ്രദ്ധിച്ചില്ല, അങ്ങനെ കൊണ്ടുപോയതാണ്. അതാണ് ഇതിങ്ങനെ 2 ഇതായിട്ട്. അതെ, ഈ തൈ വാങ്ങുന്ന പലർക്കും അറിയില്ല ഇതിന്റെ വില എങ്ങനെയാണ് മാറണേന്ന്, സൈസ് അനുസരിച്ചിട്ടാണ് അല്ലേ? അതെ. ഇപ്പൊ ചിലർക്ക് 10 രൂപയാണ്. നമ്മൾ അല്പം വലിയ തൈയായിട്ട് ബുഷായിട്ട് കൊടുക്കും. അപ്പൊ അത് നമ്മള് വെയിൽ കൂടുതലായാലും മഴ നിന്നാലും ചില കുഞ്ഞു തൈയാണെങ്കിൽ മഴയത്ത് പെട്ടെന്ന് അഴുകിപ്പോകും. അപ്പൊ അല്പം സൈസ് തൈയാണെങ്കിൽ, സൈസ് എന്ന് പറഞ്ഞാൽ വലിയ കവറിൽ കുറച്ചുകൂടി ബുഷാക്കിയത് ഇത്ര സൈസിൽ, അതാണെങ്കിൽ 40 രൂപ. 40 രൂപ. അതെ ചേട്ടാ. അപ്പൊ നമ്മള് പ്ലാവിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളിപ്പോ ഏതാ നോക്കാൻ പോണത്? പേരയാണ്. ഇത് പേരയുടെ വേറൊരു വെറൈറ്റി ആണ്. അപ്പൊ വേറെയും പേരയുണ്ട്, നമ്മൾ കണ്ടെന്നല്ല. ഇത് വന്നിട്ട് ഒരു പേരയ്ക്ക് വന്നിട്ട് 1 കിലോ വരെ വെയിറ്റ് തൂങ്ങുന്നതാണ്. ഓ, ഇത് ചെറിയ തൈ കായ്ക്കുന്നുണ്ട്. ഇതെങ്ങനെ കായ ഉണ്ടോ? ഇതായിരിപ്പുണ്ട് കായ വന്നിട്ട്. അതിന്റെ സൈസ് നോക്കിയാലേ ഇപ്പോഴേ അറിയാം, വലിയ പേരയ്ക്കാവത്. അതെ, വലിയ പേരയ്ക്ക. നമുക്കത് കാണുമ്പോ അല്ലേ, ഇതിപ്പോ എന്റെ കൈയുടെ സൈസും അത് വെച്ച് നോക്കുമ്പോ അറിയാം. ഇതിപ്പോ എത്ര ദിവസം ആയിട്ടുണ്ടോ ചേട്ടാ? ഇത് പൂ വിരിഞ്ഞിട്ട് ഇതിപ്പോ ഒരാഴ്ച തന്നെ ആയിരിക്കും. ഒരാഴ്ച തന്നെ ആയിട്ടുണ്ടോ? ഇതെങ്ങനെ റേറ്റ് എങ്ങനെ വരും? ഇത് 100 രൂപയാണ്. ഇതും 100 രൂപ. 100 രൂപയാണ്. ഇതിന്റെ നല്ല വലിയ ഹെൽത്തി ചെടിയെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അല്ല, നമ്മളിപ്പോ ഒരു ഓഫ് സീസൺ അല്ലേ? അതെ. 1 കിലോ പേരൊക്കെ വാങ്ങാൻ പോണെങ്കിൽ 100 കൊടുക്കണം. ഇതെല്ലാം നല്ല ഹൈറ്റ് ഉള്ള ചെടിയാണ്. ഇതിലും കാ ഉള്ളത് ഉണ്ട്. ഇതിപ്പോ ചിലതിലൊക്കെ മൊട്ട് വന്നിട്ടുള്ളത് കാണാൻ പറ്റും. അതെ. ഇതിപ്പോ അങ്ങനെ ഓൾറെഡി ഇപ്പോ ഇത് കൊടുക്കാൻ ഓർഡർ ആയിരിക്കുന്ന സാധനങ്ങളാണ്? അത് കുറച്ച് ഓർഡർ ആയിരിക്കാണ് കോട്ടയത്തേക്ക്. അപ്പൊ അവര് ഓണം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് മാംഗോസ്റ്റീൻ അല്ലേ? ഇല്ല, ഇത് ജാമ്പയാണ്. ആപ്പിൾ ജാമ്പ. നമ്മൾ അവിടെ കണ്ടത് ചുവന്നതാണ്, ഇത് വൈറ്റ് ആണ്. ഓ, വൈറ്റ് അല്ലേ? ഇത് ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇലയെല്ലാം ഇപ്പോഴും. പിന്നെ നമ്മൾ മാക്സിമം വെയിലത്ത് വെച്ച് തന്നെ ചെടി നല്ല ഹെൽത്തി ആക്കി കൊടുക്കും. അത് നല്ലതാണ്, നമ്മൾ മാറ്റി നടുമ്പോ. അതെ, ഷെയ്ഡിൽ വെക്കുന്ന ചെടി തിരിച്ച് കസ്റ്റമർ വെയിലത്ത് കൊണ്ട് വെക്കുമ്പോൾ ഇല പൊള്ളിപ്പോ അവർക്കൊരു വിഷമം തോന്നും. അപ്പൊ ഇനി ഇതിൽ പുതിയ ഇല വരുമ്പോൾ വേറെ ഇതാ വരുന്ന ഇല ഒന്നും വേറെ ഡാമേജ് ഒന്നും വരില്ല. ഇതാ വരുന്നുണ്ട് ഇല, ഇതാ വരുന്നുണ്ട്. ഇതെല്ലാം നല്ല വെയിലത്ത് ഇതായി വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമ്മൾ നേരത്തെ ഷെയ്ഡിൽ ഇരുന്ന ചെടി ആയതുകൊണ്ട് വെയിലത്ത് വെക്കുമ്പോൾ ഇല പൊള്ളി. മനസ്സിലായി. കാരണം അതിന് ഇത്രയും നല്ല വെയില് ഇല്ലേ ഇതായിട്ടില്ലല്ലോ. ഇത് നമ്മൾ ചക്കക്കുരു നട്ടു വെച്ചിരിക്കുകയാണ്, അടുത്ത് ബഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മുളച്ച് വരാൻ തുടങ്ങിയതേ ഉള്ളൂ. കുറച്ചുകൂടെ മുള വന്ന ചെടി ഇത് ഇപ്പുറത്തുണ്ട്. ഇതിപ്പോ ഇതേത് വെറൈറ്റി ആണ്? ഈ കോട്ടുകോണം മാവാണ്. ഇതും കോട്ടുകോണം തന്നെ. ഇത് കുറച്ച് വലുതല്ലേ? വലിയ ചെടിയാണ്. ഇത് നമ്മൾ ഒന്ന് ബൂൺ ചെയ്ത് അങ്ങനെ വിട്ടിരിക്കുകയാണ്, കട്ട് ചെയ്ത്.
അപ്പം ചിലവര് ഈ വീട്ടിന് മുമ്പിൽ വളരാൻ പാടില്ല, ലൈനെല്ലാം പോവും. അപ്പൊ അവർ കുറ്റിയായിട്ട് നിൽക്കണമെന്ന് പറയും. അപ്പൊ അതിനെല്ലാം ഈ ചെടി ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞ സീസണിൽ ഒരുപാട് ചെടി പൂത്തതാണ്, പൂത്ത് കാ പിടിച്ചതാണ്. പിന്നെ തെങ്ങൻ തൈ ഇരിപ്പുണ്ട്. തെങ്ങൻ തൈ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങോട്ട് നോക്കാം അല്ലേ? TNTD ഉണ്ട്. ഇത് വന്നിട്ട് നമ്മള് ആമ്പാടി പച്ച എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ആമ്പാടി പച്ച തേങ്ങ നാടൻ തേങ്ങ പോലെ നല്ല വലിപ്പം കാണും. 1 കിലോ 1.25 കിലോ വരെ തേങ്ങയുടെ വെയിറ്റ് തൂങ്ങും. നാടൻ തെങ്ങിനെ പോലെയാണ്. കായ്ക്കണമെങ്കിൽ 5 വർഷം ആവും. 5 വർഷം ആവില്ലേ കായ്ക്കാൻ? ആമ്പാടി പച്ച എന്ന് പറയും. ആമ്പാടി പച്ച. ഇത് എന്താണ് ഏട്ടാ? ഇത് മൽബറി ആണ്. ഇതെല്ലാം മഞ്ഞ കളറാണ്. എത്ര നീളം കാണും. ഇതൊക്കെ ഇപ്പൊ ഇട്ട് വരുന്നേ ഉള്ളൂ. മൽബറി നമ്മുടെ പട്ടുനൂല്. ഇപ്പം ഒരുപാട് വെറൈറ്റി മൽബറി ഇറങ്ങുന്നുണ്ട്. ഇത് മഞ്ഞ കളറാണ്. ഇതെങ്ങനെ നമ്മള് ഇലയ്ക്ക് ഉള്ളതാണോ? ഫ്രൂട്ടിനാണ്. നമുക്ക് വീട്ടില് നട്ടു വളർത്തി പഴത്തിനെടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി തെങ്ങിൻ തൈ പരിചയപ്പെട്ടല്ലോ. അതെ അതെ. തെങ്ങിൻ തൈ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ. അതെ. ഇതെല്ലാം ഞാൻ പറഞ്ഞ ഈ ആമ്പാടി തെങ്ങാണ്. നല്ല തൈയാണ്. നമ്മളിതിവിടെ കൊടുക്കുന്ന 200 രൂപയാണ്. 200 രൂപ ഈ ഗ്രോ ബാഗിൽ ഇത്രയും വളർന്ന തൈക്ക് 200 രൂപയേ ഉള്ളൂ. അതെ അതെ. ഇത് ആവശ്യമുള്ളവർക്ക് ഈ വലിയ ഇതായിട്ട്, അതായത് 2-3 ഏക്കർ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കും. നിങ്ങള് തൈ കൊണ്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ, ഇത് നിങ്ങൾ ഓർഡർ തന്നെ എടുക്കുന്നതാണോ അതോ? നമുക്ക് ഇപ്പൊ ചില പാർട്ടിക്ക് വസ്തുക്കൾ ഉണ്ടാവും. അവിടെ അവർക്ക് ജോലിക്ക് ആള് കാണുമല്ല. അപ്പൊ അത് നമ്മളിപ്പോ സ്ഥലം നോക്കിയിട്ട്, അപ്പൊ അത് അവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് തെങ്ങ് വയ്ക്കുന്ന സ്ഥലമാണെങ്കിൽ തെങ്ങ് വയ്ക്കും. മറ്റേ റംബുട്ടാനോ മാവോ കോട്ടക്കോണം മാവോ അങ്ങനത്തെ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവരെ വെള്ള സൗകര്യവും ഇതെല്ലാം നോക്കി നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് അതിനുള്ള ആളുണ്ട്, നമ്മൾ കസ്റ്റഡിയില് പണിക്കാരുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഇതായിരിക്കുന്നതെല്ലാം TNTD ആണ്. അതിൽ പച്ചത്തെങ്ങാണ്. പച്ചയാണ്. പിന്നെ അതിന്റെ ചുവന്ന കളർ ഇതായിരിപ്പുണ്ട്. ഇതെല്ലാം നല്ല ചെടിയാണ്. TNTD ഇവിടെ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ്? ഇവിടെ വന്നിട്ട് നമ്മൾ 170 രൂപ. 170. തൈയുടെ സൈസ് അനുസരിച്ച് വിലയാണ്. ഇതായിരിക്കുന്ന ഇവിടെ കുറച്ച് തയ്യേ ഉള്ളൂ. ഈ നമ്മളെ നാടനിൽ ജാവ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. നാടൻ ജാവ തേങ്ങ നല്ല വലിപ്പം ഉണ്ടാവും. എനിക്ക് വേറൊരു സ്ഥലമുണ്ട് നേഴ്സറി, അവിടെ തെങ്ങൻ തൈ കൂടുതൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടെ തീരുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ കൊണ്ട് സാധനം വെക്കും. അങ്ങനെയാണ്. ശരിക്കും ഇത് നമ്മള് സെയിലിന്റെ സ്ഥലമാണ്. സെയിലിന്റെ സ്ഥലമാണ്. ശരിക്കും നഴ്സറി വേറെയാണ്. തെങ്ങിന്റെ നഴ്സറി വേറെയാണ്. അവിടെ നമ്മള് ഗ്രോ ബാഗിൽ പ്ലാന്റ് ചെയ്ത് വിൽക്കാൻ വേണ്ടി. അതാണ് ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് നമ്മൾ നടക്കുന്ന സ്ഥലത്താണ് 2 വരിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇളന്ത എന്ന് പറഞ്ഞില്ല, ബെറാപ്പിൾ. അതിന്റെ മദർ പ്ലാന്റ്. സീസണല്ല, എപ്പോഴും കായാണ്. ഇത് നമുക്ക് നോക്കുമ്പോ കാണാം അല്ലേ, ഇഷ്ടം പോലെ കായുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. ഇതൊരു നാടൻ കാലാവസ്ഥയില് കാരയ്ക്ക പോലെ ഒരു വെറൈറ്റി ആണ്. കേടൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് ചാഞ്ഞു വരുന്ന കൊമ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അത് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കയർ വെച്ച് എന്തെങ്കിലും കെട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അത് അവിടെ ഇറി ഒടിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ അനുസരിച്ച്. പിന്നെ വേറെ എന്തൊക്കെ ചെടികളാണ് ചേട്ടാ മെയിനായിട്ടുള്ളത്? നമ്മളെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കിനുള്ള ഇങ്ങനത്തെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ചെടി. നിങ്ങൾ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ബുഷായിട്ടുള്ള നല്ല ചെടിയാണ്. ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ചെയ്യുന്ന ചില വീട്ടിലേക്ക് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യേണ്ട ഇത് വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ ചെടി ഇവിടെ സെറ്റ് ചെയ്ത് കൊണ്ടവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ ചെടിക്ക് നമ്മൾ ഈടാക്കുന്ന 50 രൂപയാണ്. 50 രൂപ നമ്മളെ നഴ്സറി റേറ്റ്. അതായത് ഈ പോട്ടോട് കൂടെ 50 രൂപയാണ്. നല്ല ലാഭം. ഇതെല്ലാം നല്ല ലൈഫുള്ള ചെടിയാണ്. 1-2 ദിവസം വെള്ളം ഇല്ലെങ്കിലും വേറെ പെട്ടെന്ന് ചീത്തായി പോവില്ല. നല്ല ലൈഫുള്ള ചെടി. പിന്നെ നമ്മൾ ബൊഹേൻവില്ല കട്ടൻസ് ഇട്ട് തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിപ്പം അടുത്ത സീസൺ വരുന്നേ ഉള്ളൂ കട്ടൻസ് ഇടാൻ വേണ്ടി. അപ്പൊ ഇത് നേരത്തെ ഉള്ള നമ്മൾ കൊടുത്തതിന്റെ ബാക്കി തൈയാണ്. അതിപ്പോഴേ ഫ്ലവർ വരുന്നുണ്ട് എല്ലാ ചെടിക്കും. മനസ്സിലായി. ഒരു 10-15 വെറൈറ്റി വരെ ഉണ്ട്.
നമ്മൾ ഇങ്ങോട്ട് കയറിയില്ലല്ലോ. ഇല്ല കയറിയില്ല. ഇത് മൊത്തം പേരയും ഇതൊക്കെയാണല്ലോ. അതെ, കസ്തൂരി മിനി ഓറഞ്ചിന്റെ. ഇത് ഇത്രയും വലിയ ചെടി ഈ കവറിലുള്ളത് 60 രൂപയാണ്. കസ്തൂരി ഓറഞ്ച്. ഇത് നമ്മൾ കവർ മാറ്റി വെച്ചതാണ്. നേരത്തെ പറഞ്ഞത് 100 രൂപ റേറ്റ് പറഞ്ഞത്. ഈ കവറിലുള്ള ചെടിക്ക് 60 രൂപയാണ്. 60 രൂപ. അതെ. ഇവിടെ ഇതെല്ലാം പേര പൂത്തു കാഴ്ച തുടങ്ങി. അതെ, ഇത് വേറൊരു വെറൈറ്റി ആണ്. ഇത് നമ്മൾ തായ്ലാന്റ് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റി ആണ്. തായ്ലൻഡ് പിങ്ക്. അതെ. ഇതും എപ്പോഴും കായായിരിക്കും. ഈ തമിഴ്നാട്ടിൽ നിന്നെല്ലാം ഈ പേരയ്ക്ക് കൊണ്ടിട്ട് വിൽക്കുന്നില്ലേ? അതെ, സീസൺ അല്ലാതെ ഏത് ചെടി എടുത്താലും പൂവും കായും ഉണ്ടാവും. ഈ ചെടിയിൽ ഫുള്ള് പൂവാണ് പൂ വരുന്നത്. അതെ, ഇതിൽ ഫുൾ പൂവുണ്ട്. അതെ, ഇപ്പൊ ഈ ഒരു സൈസിൽ തന്നെ അത് പൂക്കുകയും കാക്കുകയും ചെയ്ത് കഴിഞ്ഞാലേ കുറച്ചുകൂടെ വലുതാവുമ്പോ പിന്നെ ഇതൊന്നും ഇവിടെ എന്താ പറയാ, പേരയ്ക്ക എല്ലാ ചെടിയിലും പേരയ്ക്ക ഉണ്ട്. അതെ, ഇത് നമ്മൾ നാടൻ പേരെ പോലെയാണ്, എപ്പോഴും കായായിരിക്കും. പിന്നെ ഇത് മാവിൻ്റെതാണ്. ഇവിടെ മാവിൻ്റെ തൈകളാണ്. കവർ മാറ്റി അങ്ങനെ വെച്ചിരിക്കുകയാണ് വെയിലത്ത്. ഇവിടെ ഇപ്പൊ നമുക്ക് കൂടുതൽ സെയിൽ ഏതാണ് ഏട്ടാ ഇവിടെ നിന്ന് പോണത്? നമുക്ക് കോട്ടുകോണം മാവ്, പേര, പ്ലാവ് നമ്മൾ റെഡിയാക്കി ഉടനെ ചെറിയ കവറിൽ തന്നെ നമ്മൾ കയറ്റി വിടുന്നുണ്ട്. ഓക്കെ ഓക്കെ. പ്ലാവ് നല്ല സെയിൽ ഉള്ളതുകൊണ്ടല്ലേ. അതെ. പിന്നെ അവിടെ അബി ഇരിപ്പുണ്ട്. അബിയു അല്ലേ? അബിയു ഇത് കുറച്ച് വലിയ തൈയാണോ? അതെ, വലിയ ചെടിയാണ്. ഇതെങ്ങനെയായിട്ടാ നമ്മുടെ റേറ്റ് ഇവിടെ സ്റ്റാർട്ടിങ്? നമ്മളിത് 400 രൂപയാണ് വലിയ കവറിൽ. വലിയ കവറാണ്. അതെ, വലിയ കവർ. നല്ല പൊക്കമുള്ള ചെടിയാണ്. അതെ, പൊക്കമുള്ള ചെടി. ഇത് ഏകദേശം ഒരു 2.5 അടി 3 അടി ഹൈറ്റ് വരെ ഉള്ള ചെടിയുണ്ട്. 3 അടി. ഓക്കെ. ഇതിന്റെ മദർ പ്ലാന്റ് നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട്. ഇത് ഇതായിരിക്കുന്ന മദർ പ്ലാന്റ് ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം പൂ വന്നായിരുന്നു. ഇത് എല്ലാം ഒരു വർഷം പ്രായം പോലെ ആയില്ല ഈ ചെടിക്ക്. കുറ്റിക്കുരുമുളകുണ്ട് സാർ. കുറ്റിക്കുരുമുളക്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഈ കവറിൽ തന്നെ കാച്ചു തുടങ്ങി. അതന്നെ, ചെറിയ ചെടിയിലെ ഇത് കാ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പം ഗ്ലാസ് ഹൗസിൽ ഇറക്കി നമ്മൾ വെച്ചതാണ് വെയിൽ കൊള്ളാൻ വേണ്ടി. ഇതൊക്കെ കായ വന്നിട്ടുണ്ട്. ഇതിന്റെ വലിയ ചെടി ഇരിപ്പുണ്ട്, 60 രൂപയ്ക്കുണ്ട്. അതിന്റെ വലിയ ചെടിയാണെങ്കിൽ നിറച്ച് കാ ഉള്ളത് 100 രൂപയാണ്. ഇത് എത്ര രൂപ ഈ ചെറുതിന്? ഇത് വന്നിട്ട് 30 രൂപ. 30 രൂപയേ ഉള്ളൂ. വാങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാച്ചു തുടങ്ങി. അതെ. ഇതിലെല്ലാം നല്ല കാവുള്ള ചെടിയാണ്. ഇത് പിന്നെ ഈ മാംഗോസിന്റെ ചെടി ഇത് വന്നിട്ട് 100 രൂപയാണ് ഈ ചെടി. ഓക്കെ. പിന്നെ ഇലച്ചെടി ഉണ്ടല്ലോ. അതെ, ഇലച്ചെടിയുണ്ട്. ഇതെങ്ങനെയാ റേറ്റ്? ഇതിന്റെ കുഞ്ഞു തൈക്കും 20 രൂപ. 20 രൂപ മുതൽ തുടങ്ങാൻ. ചേട്ടാ, കുറ്റിക്കുരുമുളക് വീണ്ടും ഉണ്ടല്ലോ. അതെ. കുറ്റിക്കുരുമുളക് ഇത് നമ്മൾ കുഞ്ഞു കവറിൽ നിന്ന് ഇത് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇനി വേറെ ഡാമേജ് ഒന്നുമില്ല. ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ച് ഏത് വെയിലത്ത് വെച്ചാലും എപ്പോഴും കാച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ വളം എന്ന് പറഞ്ഞാൽ പച്ച ചാണകം നമ്മൾ കട്ടി കുറച്ച് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കുറച്ച് വലിയ ചെടിയാണ്. റേറ്റ് എങ്ങനെ ഒരു ചേട്ടാ? ഈ ചെടിക്ക് 60 രൂപ. കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് എണ്ണത്തിന്റെ അനുസരിച്ച് വില കുറയും. ഇതിപ്പോ 60 രൂപയുള്ളൂ. ഇത് സെറ്റായ ചെടിയാണ്. ഇത് വേറെ ഇനി ഡാമേജോ ഒന്നും വരത്തില്ല. അപ്പൊ ഇതിന്റെ ഒരു 5-10 തൈ ഒരു സാധാ വീട്ടിൽ വാങ്ങി വെച്ചാൽ? അതെ, 2 ചെടി ഉണ്ടായിരുന്നാൽ മതി സാർ ഒരു വീട്ടിലേക്ക്. അത്രയ്ക്ക് ഇത് നല്ല ബ്രാഞ്ചായിട്ട് നമ്മൾ വലിയ വട്ടം വലിയ ചട്ടിയിൽ വെക്കണം. വെച്ചിട്ട് പച്ച ചാണകമാണ് ഇതിന് ഏറ്റവും മെയിൻ. ഇത് പച്ച ചാണകം കൊടുക്കുക. മഴ സമയത്ത് ചാണകം കൊടുക്കല്ലേ. അല്ല, വെയിൽ സമയത്ത് ഒരു 15 ദിവസമോ 1 മാസം ഇടവിട്ട് കൊടുത്ത് ഓരോ ഇല വരുമ്പോഴും കാ വരും. ചുരുക്കി പറഞ്ഞാൽ ഇത് വലിയ ലാഭമല്ലേ അല്ലേ? നമുക്ക് ഗാർഡൻ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. അതെ. പിന്നെ ഇത് പച്ചയ്ക്ക് അച്ചാറിനെല്ലാം ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇത് മരത്തിൽ പടന്ന അടക്കാൻ ആള് നോക്കണം. ഇതിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ. ഇതെല്ലാം നല്ല വെയിലത്തിരുന്ന സെറ്റായ ചെടിയാണ്. ഇത് എവിടെ കൊണ്ടുവച്ചാലും വേറെ ഡാമേജ് ഒന്നും വരില്ല, നല്ല വളർന്നു വരും. ഓക്കെ. അപ്പൊ ഫ്ലാറ്റിലൊക്കെ വളർത്തുന്നവർക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഞാവലാണ്, വലിയ ഞാവലാണ്, ചോപ്പിന്റെ വലിയ ഞാവല്. വലിയ കായായിരിക്കും. അതിന്റെ വലിയ ചെടി. ഇതിന്റെ തൈ ഇപ്പൊ ഉണ്ടോ? നിലവിലുണ്ടോ? തൈയിരിപ്പുണ്ട്. ഉണ്ടല്ലേ? ആയിക്കോട്ടെ. പിന്നെ ഇത് ജാതിയാണ്. ഇത് ഒരു വെറൈറ്റി ജാതിയാണ്. ചെറിയ ഇലയാണ്. ചെറിയ ഇലയാണ്. ഇത് നല്ല ഇപ്പൊ സീസൺ കഴിഞ്ഞു. ഇപ്പൊ അടുത്ത് പൂ ഇടുന്നതേ ഉള്ളൂ.
കുഞ്ഞിപ്പൂ എല്ലാം വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ കണ്ടതാണ് അനന്യ നഴ്സറി. അപ്പൊ ചേട്ടാ ഈ നിങ്ങളെ ഈ നഴ്സറിയെ കുറിച്ച് അപ്പൊ നമുക്ക് നല്ലൊരു വിവരണമാണ് കിട്ടിയത്. അപ്പം നമ്മൾ പല സ്ഥലത്ത് പോയിരുന്നാലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയില്ല, വില കൃത്യമായിട്ട് പറഞ്ഞു തരില്ല, അതൊന്നും ഒരു വ്യക്തതയില്ല. ഇപ്പൊ ഇത്ര മുതൽ എന്നൊക്കെയാണ് പലരും പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു വ്യക്തമായ വില ചേട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ വിലക്ക് കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയായിട്ട് ആ വിലക്ക് കൊടുക്കാൻ പറ്റില്ല? കൊടുക്കാൻ പറ്റും. പിന്നെ കൂടുതൽ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മളിപ്പോ നട്ട് അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കും. അതിന്റെ ചാർജ് ഈടാക്കും, പണിക്കാർക്കുള്ള പൈസ ഈടാക്കും. ഓക്കെ, ഈടാക്കും. അതായത് ഇപ്പൊ എനിക്കൊരു 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അപ്പൊ എനിക്ക് തൈ നടാൻ ആളില്ല. അപ്പൊ നിങ്ങൾ വന്ന് തൈ നട്ടു തരും. പക്ഷെ അതൊരു നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ അതായത് നമ്മൾ വാങ്ങിക്കൊണ്ടേ തന്നെ തൈ ഡാമേജ് ആയ പ്രശ്നമല്ലേ. അപ്പൊ നിങ്ങളാകുമ്പോൾ ഇല്ലേ കൃത്യമായിട്ട് ഒന്ന് നട്ടു അത് എന്തെല്ലാം വളം കൊടുക്കണം, നമ്മൾ നടുന്ന സമയത്ത് നമ്മൾ അതിനാവശ്യമുള്ള വളങ്ങൾ ഇതെല്ലാം നമ്മൾ ചേർക്കും. അപ്പൊ അടുത്ത് 1 മാസം കഴിഞ്ഞ് എന്ത് വളം കൊടുക്കണം, എന്തെല്ലാം ചെയ്യണം, ഇതെല്ലാം നമ്മൾ അത് പറഞ്ഞു കൊടുക്കും. എല്ലാം പറഞ്ഞ് റെഡിയാക്കി കൊടുക്കും. പിന്നെ നമ്മളതിൽ മണ്ണിര കമ്പോസ്റ്റ് വളമുണ്ട്. പിന്നെ ചകിരി തുമ്പ് കമ്പോസ്റ്റ് ആക്കി കൂൺ വിത്ത് ഇതെല്ലാം കമ്പോസ്റ്റ് ആക്കിയ വളങ്ങളുണ്ട്. ജൈവവളം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തൈകളും ഉണ്ട്, ജൈവവളവും ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം കുറഞ്ഞ റേറ്റ് തന്നെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങളും എല്ലാം നിങ്ങൾ നേരിട്ട് വിളിച്ച് നിങ്ങൾ ഇവിടുത്തെ വിലയും കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ചേട്ടാ താങ്ക്സ്. ഓക്കെ.